ഹലോ മിസ്റ്റർ ആശാമാരെ. അപ്പോൾ അതേപോലെ നമുക്കിത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാട്ടോ, ഡോറൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പോൾ നല്ല സെറ്റപ്പ് സാധനമാണ് ഇത്. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൊടുത്തേക്കണേൽ ഒരു കബോർഡും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. കബോർഡല്ല, നമ്മുടെ തുണിയൊക്കെ ഇടുന്ന ഒരു സാധനം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മൂല വെട്ടി കയറ്റിയെന്ന് പറഞ്ഞാൽ ചെറുക്കുള്ള ഒരു ചെറിയൊരു ഹാൻഡ് ഗ്രൈൻഡറും കൊണ്ടാണ് ട്ടോ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമുക്കിവിടെ മുതല കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ഇതാണ് ട്ടോ വേലൂര പട്ടിക. അതായത് ഞാൻ മേടിച്ച സാധനങ്ങളാണ് ഇതിന് പണിയാൻ വേണ്ടി. അതായത് ഈ ഒരു ബോർഡ് 8x4 ഒരു ഷീറ്റാണ്. ഇതിന് 2200 രൂപ. ബാക്കി നമ്മുടെ ജെ കിച്ചൺ എന്ന് പറഞ്ഞ പൈപ്പാണ്. അതിന് വന്നേക്കണ ഒരു ലെങ്ത്തിന് വന്നേക്കണ 12 ഒരു പീസിന് 350 രൂപയാണ് ഇതിന് വില. അപ്പോൾ എല്ലാം കൂടി 4000 ചില്ലാനം രൂപയാണ് നമുക്ക് വന്നേക്കണം. നമ്മുടെ ഈ ഇതിന് ഡോറിന് അല്പം വീതി കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഒരു സെറ്റപ്പും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂടിയാണ് ഈ റേറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ നമ്മുടെ പൈപ്പിൻ്റെ നേരെ ഇത് അളവെടുത്തിട്ട് അങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ട് നേരെ മൂല വെട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റ് 90 കിട്ടും. അതായത് 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് തന്നെ ഇപ്പുറത്തോട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും ഇട്ടത്. കാരണം നമ്മളുടെ കയ്യിൽ മറ്റേ അലൂമിനിയം കാരുടെ കട്ടറില്ല. ഇത് നമ്മൾ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യണത്. രണ്ടാമത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേണ്. അപ്പോൾ നമ്മൾ എല്ലാ പൈപ്പിൻ്റെ മൂലയും അങ്ങോട്ട് വെട്ടിക്കൊണ്ടിരിക്കണേ. അതൊന്നും മൂല വെട്ടൽ ഒറ്റയടിക്ക് വെട്ടിക്കളഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഇച്ചിരി കൂട്ടിയിട്ടിട്ട് നമ്മൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണേ കേട്ടോ. കട്ടിമീലും കൊണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണത്. എന്നാലേ അത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് വെൽഡിംഗ് ഒന്നും ഇല്ലല്ലോ. നേരെ ആ PVC ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണേ. അപ്പോൾ നമുക്കിടെ മറ്റേ കട്ടിങ് സാധനം ഉണ്ടെങ്കിൽ മറ്റേ അലൂമിനിയം കാരുടെ കട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും പണി. പിന്നെ ഇത് കട്ടിങ് ഇല്ലാത്തവർക്കുള്ള ഒരു സെറ്റപ്പാണ്. ആർക്കും ഈ ഒരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ആശാമാർ എന്നാ പിടിച്ചോ. അപ്പോൾ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ മൂലവില വെച്ചിട്ടാണ് നമ്മൾ സ്ക്രൂ അടിച്ചു കൊടുക്കുന്നത്. ഇത് നിസ്സാര വിലയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് സാധനവും വേണ്ട. PVC തന്നെയാണെങ്കിൽ നല്ല അടിപൊളി സ്ട്രോങ് ആണ് ഈ സാധനം. അപ്പോൾ ഇത് മേലോട്ടാണ് നമ്മൾ ആ അലൂമിനിയം ഇതും കൂടിയാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. നേരെ ചെറിയൊരു പിറ്റിനൊരു തുളയിട്ടിട്ട് ആണ് അടിച്ച് കയറ്റി കളഞ്ഞാൽ മതി. ആ സ്ക്രൂ ഇതേപോലെ ഡ്രില്ല് ചെയ്താണ് പിരിച്ച് കയറ്റിയാൽ മതി. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ ഫ്രെയിമിൻ്റെ പുറകിൽ മാത്രം നമ്മൾ അടിക്കാൻ പാടില്ല. ഫ്രണ്ടിൽ അടിക്കരുത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഷീറ്റ് വന്ന് അതിൻ്റെ അകത്ത് കയറാനുള്ളതാണ്. അപ്പോൾ ആ പുറകിൽ മാത്രം നമ്മൾ സ്ക്രൂ അടിക്കാൻ പാടുള്ളൂ. പിന്നെ ആശാമാരെ ഈ ഡോറിന് മാത്രമുണ്ട് ഈ റേറ്റ് വന്നേക്കണത്. ഈ 4000 ചില്ലാനം രൂപ മെറ്റീരിയൽ വന്ന ഡോറിന് മാത്രം. പിന്നെ നമ്മുടെ തുണി ഈ വിരിച്ചിട്ട് അതിൽ ഉള്ളിൽ വെക്കണ ആ സാധനത്തിനെന്ന് പറഞ്ഞാൽ അതിന് വേറെ എക്സ്ട്രാ ആയിട്ട് വന്നത്. അത് ഇതിൽ പെട്ടതല്ല. ഇത് ഞാൻ അവിടെ ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഒന്ന് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ എല്ലാം നമ്മളിത് ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ആർക്കും ചെയ്യാവുന്നുള്ളൂ. വെൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ചെയ്യാം ഈ വർക്ക്. അതായത് നമ്മളൊരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു PVC ഡോർ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2000 രൂപ കൊടുക്കണം. അതേപോലെ അത് ഫുൾ സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഇതിപ്പോൾ നമുക്ക് ഒരു 4000 ചില്ലാനം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 ഡോർ സെറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ പണിക്കാശ് നമ്മൾ തന്നെ പണിയണം കേട്ടോ. പുറത്ത് പണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആവും. ഈ HPL ഷീറ്റ് നമുക്ക് അതേപോലെ ഉള്ളിൽ ആണല്ലോ. ജെയുടെ ഉള്ളിലോട്ട് നമ്മൾ തിക്കി കയറണുണ്ട്. അതായത് നമ്മൾ അങ്ങനെ തള്ളി കയറ്റി വെച്ചാൽ മതി. നമ്മൾ ഔട്ടർ ടു ഔട്ടർ നമ്മൾ അളവെടുത്തിട്ട് ഒരു 180 കനം കുറച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വീണോളും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ അങ്ങനെ ആണെങ്കിൽ വീഴ്ത്തിയിട്ട് മൊത്തം അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് അടിച്ച് കളഞ്ഞാൽ മതി. ആ ഫ്രെയിമിൽ മാത്രം. പിന്നെ നമ്മുടെ ഈ സ്ലൈഡിങ്ങിന് ഡോറിൻ്റെ സാധനത്തിന് വന്നേക്കണത് എല്ലാം കൂടി ഒരു 700 രൂപ വന്നേക്കണം. ആ ചാനലും അതിൻ്റെ റോളറും എല്ലാം കൂടി. അപ്പോൾ ഇനിയിപ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കാതെ നമുക്ക് വേഗം ഒരു ഡോർ ഉണ്ടാക്കിയിട്ട് നമുക്ക് തൂക്കിയിടാം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്തിടാം. അപ്പോൾ ആശാമാർ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വീഡിയോ ഒന്നും ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഹാൻഡിലിന് 120 രൂപ വന്നു. സ്റ്റീൽ തന്നെയാണ്. അത് നല്ല സ്റ്റീൽ തന്നെയാണ് ഇത്. അപ്പോൾ അത് 2 തുളച്ചിട്ട് അങ്ങോട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് സ്ലൈഡറിലാണ് തൂക്കിയിട്ട് കളയാം. ഇത് സ്ലൈഡിങ്ങിൻ്റെ ആ ഫിറ്റിങ്സിന് ചാനലിനും റോളറിനൊക്കെ കൂടി വന്നേക്കണ 700 രൂപ ഉണ്ടോ. അപ്പോൾ അതങ്ങോട്ട് നമ്മൾ ഒരു ബോൾട്ട് വെച്ചിട്ട് തമ്മിൽ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആശാമാർ. അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ടുണ്ട് സഹായിക്കണേ. അപ്പോൾ ആശാമാർ വീഡിയോ മുഴുവനായിട്ടുണ്ട് സഹായിക്കണേ. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this